ഞാൻ മുമ്പ് പറഞ്ഞ കണക്കുകൾ കൂടി ചില കണക്കുകൾ സംസ്ഥാനങ്ങൾ ഈ ഓണറേറിയത്തിൻ്റെ കാര്യത്തിൽ എന്ത് സമീപനം സ്വീകരിക്കുന്നു എന്ന കണക്കുകൾ കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് പ്രഭാവതിയിലേക്കാണ് വരുന്നത്. ആ കണക്കുകൾ വെച്ചുകൊണ്ട് കുറേ കൂടി സംസാരിക്കാൻ കഴിയുന്നതും താങ്കൾ കാണുള്ളൂ. ഇതാ നോക്കൂ, അതിനകത്ത് ആൻഡമാനിൽ നിന്ന് തന്നെ തുടങ്ങാം. 500 രൂപ, ആന്ധ്ര 1000 രൂപ, അതേസമയം അരുണാചൽ പ്രദേശ് 2000, ബീഹാർ 1000, ഛത്തീസ്ഗഡിൻ്റെ കണക്ക് അതിനകത്ത് ആ കോളത്തിൽ അത് വന്നിട്ടില്ല. എൻ്റെ കയ്യിലിരിക്കുന്ന ഡൽഹി 3000, ഗുജറാത്ത് 2500, 2000 എന്നാണ് നേരത്തെ ശ്രീ ഗോപിനാഥൻ പറഞ്ഞ്. ഗുജറാത്ത് 2500, ഹരിയാന 6100, ഹിമാചൽ പ്രദേശ് 4700, ജാർഖണ്ഡ് 1000, കർണാടക 5000, അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. കേരളം 7000, മഹാരാഷ്ട്ര 3500, മണിപ്പൂർ 1000, മേഘാലയ 2000, മധ്യപ്രദേശ് 4000, ഒഡീഷ 1000, പുതുച്ചേരി 3000, പഞ്ചാബ് 2500, രാജസ്ഥാൻ 1650, സിക്കിം 6000, തമിഴ്നാട് 500, തെലങ്കാന 6750. നേരത്തെ CIT പ്രതിനിധി ശ്രീ ഗോപിനാഥനും അത് സൂചിപ്പിച്ചു. അതേസമയം ഉത്തർപ്രദേശിലേക്ക് വന്നാൽ 1500, ഉത്തരാഖണ്ഡിലേക്ക് പോയാൽ 3000, ബംഗാളിലേക്ക് പോയാൽ 5250. ഇതാണ് ആധികാരികമായ ഓണറേറിയം സംബന്ധിച്ച രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ നിലനിൽക്കുന്ന ഓണറേറിയത്തിൻ്റെ വിതരണം സംബന്ധിച്ച കണക്ക്. ഇതിൽ കേരളമാണ് 7000 രൂപ. അതാണ് പറഞ്ഞത്, 13500 രൂപ കയ്യിൽ കിട്ടുമ്പോൾ ഒരു ആശാ വർക്കർക്ക് കേരളത്തിൽ വിവിധ ഇൻസെൻറ്റീവും അതിൻ്റെ സ്പ്ലിറ്റപ്സ് ഒക്കെ ഉണ്ട്. 9600 രൂപ കേരളത്തിൽ ഒരു ആശാ വർക്കർക്ക് ലഭിക്കും. അതുകൊണ്ടെല്ലാമായെന്നും അവിടെ നിർത്തണമെന്നും അല്ല ഞാൻ ഈ പറഞ്ഞു ആ വാദത്തെ, അല്ലെങ്കിൽ ഈ കണക്കുകളെ ആ നിലയിലേക്ക് ദയവായി എടുക്കരുത്. പക്ഷേ അങ്ങനെ വരുമ്പോൾ ഇതിൽ നിന്ന് മുന്നോട്ട് പോകണമെങ്കിൽ വേണ്ട സപ്പോർട്ട്, പിന്തുണ കേന്ദ്രം തരുന്നില്ല എന്ന് മാത്രമല്ല, കേരളത്തിന് ആ കുടിശ്ശിക വരുത്തുകയും ചെയ്യുന്നു. അത് ചോദിക്കുകയും അതിനടക്കം ഒരു സാഹചര്യം ഒരുങ്ങിയാൽ നിശ്ചയമായും പുതിയ ഡിമാൻഡുകൾ കേരളം പരിഗണിക്കുമെന്ന കാര്യത്തിന് ഈ കണക്കുകൾ തന്നെയല്ലേ ഏറ്റവും വലിയ തെളിവ്? രാജ്യത്ത് ഇത്ര മികച്ച ഒരു നിലയിൽ ആശാ വർക്കർമാരെ ആദരവോടെ ചേർത്ത് പിടിക്കുന്നുവെങ്കിൽ, ഞാൻ നേരത്തെ പ്രഭാവതിയുടെ തന്നെ ഒരു പ്രതികരണം മറ്റൊരു വീഡിയോയിൽ കണ്ടിരുന്നു. അതായത് 8 മണിക്കൂർ ജോലി എന്നൊക്കെയുള്ള നിങ്ങൾക്ക് എത്രയോ മണിക്കൂറേക്ക് പോകുന്നു. ഏത് കേന്ദ്രാവിഷ്കൃത പദ്ധതി വന്നാലും അതിൻ്റെ സർവേയും കാര്യങ്ങളും ഒക്കെയായി നിങ്ങളെ തന്നെ ഏൽപ്പിക്കുന്നു. 8 മണിക്കൂർ എന്നതിനൊക്കെ അപ്പുറം നിങ്ങൾ പണിയെടുക്കുന്നു. പക്ഷേ നിങ്ങൾക്ക് അതിനനുസരിച്ച് ആ പരിഗണന കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കുന്നില്ല. നിങ്ങളെ തൊഴിലാളികളായി അനുവദിക്കുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്, വളരെ തുച്ഛമായ പണം വാങ്ങി 10 ലക്ഷത്തോളം മനുഷ്യർ രാജ്യത്ത് ഇങ്ങനെ നരകിക്കുമ്പോഴാണ് കേരളത്തിലെ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് വളരെ നിക്ഷിപ്ത താല്പര്യത്തോടെ ഈ വിഷയത്തെ കാണുന്നത്.